നിങ്ങളല്ലേ അന്ന് മമ്മിയുടെ വീട്ടിൽ വന്നത്? അതെ. മമ്മിയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണല്ലേ? നിങ്ങളാരാ? നമ്മൾ തമ്മിൽ പരിചയമില്ല. നല്ല രസമുള്ള കാഴ്ച. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് നടത്തണം. ഞങ്ങൾ ഇടയ്ക്കിടെ ബോട്ടിങ്ങിന് പോവാറുണ്ട്. ഇനിയിപ്പം 4 പേർക്കും കൂടി പോവാമല്ലോ. ശ്രാങ്കളിയാ, സ്പീഡ് അല്പം കുറയ്ക്ക്. ഇവിടെ മുങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ പൊങ്ങൂ. സ്വിമ്മിങ് അറിയാമെങ്കിൽ പേടിക്കണ്ടല്ലോ, ഞങ്ങൾക്കറിയാം. കുറെ നാളായി ഒന്ന് സ്വിം ചെയ്തിട്ട്. ഇത് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കായിരുന്നു. സ്വിമ്മിങ് നല്ല എക്സസൈസാ. ഓൾറെഡി തടിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതെങ്ങനെ അങ്ങനെ പെട്ടെന്ന് കുറയുന്ന തടിയൊന്നുമല്ല, ഇത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നല്ല തമാശ. എങ്ങനെ സഹിക്കുന്നതിനെ? ഇതിനെയാ. അതാണ് കര. കര കര. ഇത് പ്ലാസ്റ്റിക് പൂവാണോ? ഇല്ല ഇല്ല. ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ആദ്യം കിട്ടണ. അതിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയാൽ നീ വേണ്ടാന്ന് വെക്കുമോ? എന്ത് സമ്മാനം? ഇനി മുങ്ങരുത്, ഇനി മുങ്ങരുത്, ഇനി മുങ്ങാൻ വിടൂല. നമ്മൾ നമ്മളുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് ഇവരടി അവസാനം എന്നെ പറ്റിക്കോ? എന്നാ പിടിച്ചോ. പിന്നെ പോലീസിനെ കൊണ്ടോ പട്ടാളത്തിനെ കൊണ്ടോ പിടിപ്പിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം, പിന്നെ ഞാൻ ഒരു കാര്യം, പിന്നെ ഞാൻ എന്ത് വലിയ കഷ്ടം. ഇതെന്താ ഇവിടുത്തെ പ്രശ്നം? ഒരു കാര്യം പറയാൻ വേണ്ടി. അതെ, ഇതെന്താണ്? ശരി, വലിയ കഷ്ടമാണല്ലോ. ആദ്യം ഇടി, പിന്നെ സംസാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ഒന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ആ ഇടി നിർത്തണ്ട. താങ്ക് യു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സഹായിക്കാൻ വന്നതാ. ആരാ അവര്? എന്തിനാണ് ഒരു കുട്ടിയുടെ പുറകെ കിടക്കുന്നത്?
ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. ആ, ഞങ്ങളെ കൊണ്ടല്ലോ കൂടെ. ഉണ്ണിക്ക് മമ്മിയോട് അത്രയ്ക്ക് ഇഷ്ട? അങ്ങനെ ചോദിച്ചാ ഇത്തിരി നാളത്തെ പരിചയമുള്ളെങ്കിലും ഒത്തിരി നാളത്തെ അടുപ്പം. എന്തുപറ്റി? വീരെന്താ വല്ലായിരിക്കുന്നത്? ആ മമ്മിയുടെ മോളല്ല ഞാനെന്നറിഞ്ഞാൽ ഉണ്ണിക്ക് എന്നോട് വെറുപ്പ് തോന്നോ? വീരെന്താ പറയുന്നത്? സോറി, ഉണ്ണി ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ മമ്മിയുടെ മകളൊന്നുമല്ല. ഹോസ്റ്റലിൽ വെച്ചാ മമ്മിയുടെ കാര്യം പത്രത്തിൽ കണ്ടത്. അപ്പൊ വന്നതാ, ഡോളി പറഞ്ഞിട്ടാ. പക്ഷേ അതിനു മുമ്പേ എനിക്ക് മമ്മിയെ അറിയാം. എന്റെ അച്ഛനൊരു സർക്കസുകാരനായിരുന്നു. സർക്കസ് പൊളിഞ്ഞതോടെ കുറെ കുള്ളന്മാരെയും വീട്ടിൽ കൊണ്ടുവന്ന് കുടി തുടങ്ങി. നിങ്ങളാണ് എന്റെ മക്കൾ. നമ്മൾ ഒന്നിച്ച് റിങ്ങി കഴിഞ്ഞവരാ. അവൻ എവിടെ എന്റെ കുട്ടൻ? കടയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. ആ, ഒന്നിങ്ങോട്ട് വേഗം കൊണ്ട് വാടി. എന്താണ് ഇത്രയും താമസിച്ചത്? അവിടെ ഒരു അഹങ്കാരം. മാഷൊന്നും മിണ്ടാതിരി, എന്തിനാണെന്ന് ഒച്ച വയ്ക്കുന്നത്? പെൻഷന് പോയിട്ട് കിട്ടിയോടാ? കിട്ടി. എന്നിട്ട് മലക്കറി വെക്കാൻ ചന്ത വരെ പോയി. വേണ്ട, അവളെ കൊടുത്തരെ. സർക്കസുകാരന് കൊടുക്കുന്ന സർക്കാരിന്റെ പിച്ച പെൻഷൻ, ബസ്സിന് കല്ലെറിഞ്ഞവനും ടയർ കുത്തിപ്പൊളിച്ചവനും ഒക്കെ താമ്രപത്രവും പെൻഷനും. ഞാൻ വീഴത്തില്ല. സാരല്ല, അച്ഛനല്ലേ, നീ ഒറ്റ മകളല്ലേ ഉള്ളൂ. സ്നേഹം കൊണ്ട് പറയുന്നതാ. മുമ്പൊന്നും കുടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ പാട്ടും കൂത്തും ബഹളവും, കൂടെ കുറെ ശെങ്കിടികളും. ഇപ്പൊ ശെങ്കിടികൾ എത്രയുണ്ട്? 4 എണ്ണം. അങ്ങർക്ക് വട്ട. പണ്ട് സർക്കസിൽ കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അതുങ്ങളെ അവിടെ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആകെ പെൻഷനായി കിട്ടുന്നത് 300 രൂപയാ. ഉണ്ടപ്പക്കറുകളാണെന്നൊന്നും കരുതണ്ട, എല്ലാം തീറ്റിപ്പണ്ടാരങ്ങളാ. അതൊക്കെ സഹിക്കായിരുന്നു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ചേച്ചിയെന്ന് വിളിച്ച് പുറകെ നടക്കും. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നോക്കിക്കൊള്ളണമെന്ന് അച്ഛൻ പറഞ്ഞുപോയി. അന്ന് മുതൽ അവർ കാവൽക്കാരെ പോലെ നടക്കുക. അത് പോട്ടെ, നിന്റെ പഠിത്തം ഇതുവരെയായി? ഇപ്പൊ ഒരാഴ്ചയായി പോയിട്ട്. ബസ്സിൽ കയറ്റാനും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ട് ആ ഉണ്ടകൾ കൂടെ വരും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേക്കില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നാ തോന്നല്. നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ നല്ലത്. എന്നാ പഠിക്കാനും സമയം കിട്ടും, അവന്മാരുടെ ശല്യവും ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയൽപ്പക്കത്ത് മമ്മിയെപ്പോലെ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യം. എന്നാ വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. പണത്തിന്റെ കാര്യമൊന്നും ഓർത്ത് മീര വിഷമിക്കണ്ട. മമ്മി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ? വാ, കാപ്പി കുടിച്ചിട്ട് പോകാം. ഈ പകൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? നിന്നോടാ പറഞ്ഞത് ഗേറ്റ് തുറക്കാൻ. ആരെ കാണാനാ? ചേച്ചിയെ. ഒരു ചാച്ചി എവിടെ ഇല്ല. ഈ സർക്കസ് തൊട്ടതൊന്നുമല്ല. പോവാൻ നിന്നെ ഈ തെണ്ടി പിള്ളേർ ആരെന്താ കേട്ടത്? ചേച്ചി മാസ്റ്റർ തന്നേച്ചതാ. എന്ത് തോന്നിയ ദിവസം കാട്ടാന്ന് വെച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തോണം. ഇവന്മാരെ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. സോറി മാഡം. സോറി. എവിടെയാ കിടന്ന അലവലാദികൾ? ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയേ പറ്റൂ. ഞാൻ ഒന്ന് തീരുമാനിച്ച പിന്നെ ദൈവം തമ്പുരാൻ പറഞ്ഞാലും മാറ്റമില്ല. നീ ആരുടെ എന്റെ ചേച്ചി വഴക്കുറേ അടിച്ചാൽ നിങ്ങൾ എല്ലൂരും. നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ പഠിക്കാനുള്ള സമയമാ. ചേച്ചി ഞായറാഴ്ച വരാം. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ശരിപ്പെടുത്താം. ഒരു പ്രശ്നമില്ല, നിങ്ങൾ പൊയ്ക്കോ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തോങ്കുളത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലായി. നമുക്ക് വാർഡനോട് ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഓ, ഇനി അവർ ഒരു എക്സ്ക്യൂസും തരത്തില്ല.
എന്നാ നമുക്ക് വേറെ വല്ല ഹോസ്റ്റലും നോക്കിയാലോ? എവിടെ ആയാലും ഗതി ഇതായിരിക്കും. എടി, ദേ മമ്മിയെ കാണാനില്ലെന്ന്. ഏത് മമ്മി? എന്നെ ഹോസ്റ്റലിലാക്കാൻ സഹായിച്ചത് ഒരു മമ്മിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, മമ്മിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ബന്ധപ്പെടണം. ഉണ്ണി വേലപ്പൻ കോയ ഏജൻസീസ്, എറണാകുളം. ഇവരാരപ്പാ? മമ്മിക്ക് വേറെ ആരും ബന്ധുക്കളില്ല, ഒറ്റയ്ക്കായിരുന്നു. അവരെങ്ങോട്ട് പോയി? അപ്പൊ അവരുടെ വീട് ഒഴിഞ്ഞു കിടക്കുവാണോ? നിനക്കേതായാലും സ്ഥലം നല്ല പരിചയമുണ്ടല്ലോ. കെട്ടിപ്പറക്കി എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ താമസിക്കുകയും ചെയ്യാം, മമ്മി വന്ന ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന കാര്യം പറയുകയും ചെയ്യാം. പക്ഷെ അവരെ കാണാനില്ലെന്നല്ലേ? എങ്ങോട്ട് പോയതായിരിക്കും? മമ്മി ഗുരുവായൂർ പോയി ഭജന ഇരിക്കാറുണ്ട്. അങ്ങനെ വല്ലതും പോയതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്നാ പോവാടി, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. നീ എന്റെ കൂടെ വന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏതാ ഈ ഉണ്ണി വേലപ്പന്മാര്? അത് വല്ല വായി നോക്കിയതുമായിരിക്കും. അവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഉടനെ എത്താം. തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും നീ അച്ഛനോട് പറയണ്ട. എത്രയും വേഗം നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഓഹോ, ഇവിടെ നിനക്ക് ഇത് തന്നെ പണി? ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും. അതിനു മുമ്പ് അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് കൂത്തി തീർത്തോട്ടെ. മാറ്, ഞങ്ങള് പോക്കാം. ആ, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും, പിന്മാറും. മമ്മി അവന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും കരുതിയിരിക്കണം. അവന്റെ താമസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതിനേക്കാൾ മഹാവൃത്തികേടായിരിക്കും കാണാൻ. അവന്മാരെന്നെ ഒരു അലക്കാലക്കി. ഏതായാലും നല്ല കാര്യം. ഞങ്ങള് ചെയ്യേണ്ടത് നാട്ടുകാര് ചെയ്യണം. നാട്ടുകാരൊന്നുമല്ല, ആ വില്ലന്മാര്. ആ വില്ലന്മാരെ എവിടെ വെച്ച് കണ്ടു? ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. മമ്മിയുടെ കാര്യമല്ലോ അറിയാവൂടാ. പട്ടി നായിന്റെ മോനെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കയ്യോടെ തന്നു. വല്ല കാര്യമുണ്ടോ അടി കിട്ടുന്നിടത്ത് മുഖം കാണിച്ചിട്ട്? ഈ മുഖം കാണിച്ച അടിയെ കിട്ടൂ. എന്റെ മുഖത്തിന് എന്താണ് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. നീ തൽക്കാലം പുറത്തിറങ്ങണ്ട, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഏതായാലും നരിയാപ്പറമ്പിൽ മാത്തുക്കുട്ടി അവനിട്ട് രണ്ടു കൊടുക്കാതെ പിന്മാറൂല. എന്റെ രക്തം തിളക്കുന്നു. തിളച്ച് മറയുന്നതിന് മുമ്പ് വാങ്ങി വെക്കേ. ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിൻശക്തിയായിട്ട്. പക്ഷെ പിന്നെ ഇന്ന് കുത്തരുത്. ഓ സോറി, എന്റെ സ്വഭാവം അറിയില്ല. അതാണ് അടിയുള്ളൊന്നും സ്വഭാവമല്ലേ. ഏതായാലും ഞാനിവിടെ കുറച്ചു ദിവസം നിൽക്കാം. എനിക്കിതൊരു ട്രെയിനിങ് ആവുമല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ. നമ്മൾ ഈ നാടകം കളിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. മമ്മിക്ക് എന്തു പറ്റി കാണുമോ എന്തോ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? അവരുടെ പണി ഇപ്പോ ഉണ്ണി വേലപ്പന്മാർ ഏറ്റെടുത്തിരിക്കുകയല്ലേ. ഹോസ്റ്റലിൽ പോയെന്ന് പറഞ്ഞു. മാസ്റ്റർക്ക് വിഷമമായി. ചേച്ചി ഞങ്ങൾ ഇടവില്ല അല്ലേ? ആരാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്? ആ കോയ പറഞ്ഞു. ഇവിടെ ആകെ പ്രശ്നമാണ്. ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേച്ചിയെ പിടിച്ചോണ്ട് ഒരു കൊള്ളക്കാരൻ വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അശോ, ഇനി ചേച്ചി ഒട്ടും പേടിക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെളാ. അതിന് പറ്റിയ സൈസുള്ള പുള്ളികളും തന്നെ ഇവിടെ എത്തിയോ? ഉണ്ടപ്പക്കർമാർ വേലപ്പൻ്റെട്ടും പേടിക്കണ്ട. ഈ ചേട്ടനും കൂടെ ചേർന്നാ എന്നെ രക്ഷിച്ചത്. അലച്ചിലിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. വല്ലാതെ വിശക്കുന്നു. ഞങ്ങൾക്ക് ആഹാരം വേണം. വരൂ. ഇവിടെ ഇനി നെത്തോലികളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സ് തുറന്ന് വർത്താനം പറയാൻ പോലും കഴിയില്ല. കഴിയും. നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാം. ആ ഉണ്ണിയും കുറിപ്പ് ഉറക്കമാകുമ്പോ ഞാൻ വിളിക്കാം. ആ ജനാല തുറന്നിട്ടേക്കണം. പോരുന്നു. പിന്നെ പോയോ ദൂരേക്ക്
ചേച്ചി കഴിഞ്ഞ ഓടി വരി ഓടി വരി ഓടി വരി ഓടി വരി ഓടി അയ്യോ നമ്മളെ വേലപ്പുണ്ടായിരുന്നു വേലപ്പുണ്ടാ ചേട്ടാ അയ്യോ ചേട്ടാ ചേട്ടാ ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇത്രയും ദിവസം ഞാൻ ക്ഷമിക്കുകയായിരുന്നു. ഈ പേപ്പറിലെല്ലാം ഒപ്പിട്ട് തരണം. ഇല്ല, എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഒപ്പിടില്ല. വാശി പിടിക്കരുത്. ഒന്ന് നിശ്ചയിച്ചാൽ അതിൽ നിന്നും പിന്മാറുന്നവനല്ല ഞാൻ. ഓർമ്മയുണ്ടല്ലോ ഭർത്താവിന്റെ അല്ല എന്റെ അച്ഛന്റെ ഗതി നിങ്ങൾക്കും വേണോ? ആലോചിക്ക്. ഇവിടെ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് റാസ്കൽ. പിന്നെ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ മാന്യനായപ്പോ അവകാശം ചോദിച്ചു വന്ന അമ്മയെ നിങ്ങൾ കൊന്നു. പക്ഷെ മകന്റെ അടുത്ത് അവരട്ടൊന്നും വേണ്ട. ഏതോ വേശ്യയിൽ പിറന്ന മകൻ, ജാരസന്തതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരുമല്ല. ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ നീ ഇന്ന് ഈ രൂപത്തിൽ ഇവിടെ നിൽക്കില്ല. അറിയാം നിങ്ങളുടെ കഴിവും സ്വാധീനവും. പക്ഷെ ഇതൊന്നും കേട്ട് പേടിക്കുന്നവനല്ല ഞാൻ. എനിക്ക് അവകാശപ്പെട്ടു തന്നോളൂ, ഞാൻ പൊക്കോളാം. ചുമ്മാ മയക്കുമരുന്നും കഴിച്ച് നടക്കുന്ന നിന്റെ തോന്നിയാസത്തിന് ഇവിടുന്ന് ഒരൊറ്റ പൈസ പോലും തരില്ല. വേണ്ട, പക്ഷെ ഞാൻ മേടിക്കും. മേടിച്ചിട്ടേ പോകൂ. നാട്ടുകാരെ പറ്റിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിന്റെ വിരട്ടലൊക്കെ വെളിയിൽ കടക്കണ പുറത്ത്. താൻ ആരെയെ പേടിപ്പിക്കുന്നത്? You bloody bastard! I will see you. നീ വീണ്ടും വന്നു അല്ലേ? ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. ലക്ഷങ്ങൾ ഇടപാടുകൾ എഴുതി വെക്കുന്ന മംഗളമുഹൂർത്തമല്ലേ? നിന്നെപ്പോലുള്ള തെണ്ടികൾക്ക് കയറി വരാനുള്ള സ്ഥലമല്ലിത്. ഓൾ റൈറ്റ്, പക്ഷെ സ്വത്തുമായ രണ്ട് സൂഹിക്കാമെന്ന് കരുതട്ടാ. സെക്യൂരിറ്റി, ആരെ ഇവരെ കയറ്റിവിട്ടത്? പിടിച്ചു പുറത്തുള്ളത്. രണ്ടിനെയും ഞാൻ കാണിച്ചു തരാം. സീതാലക്ഷ്മി, പ്ലീസ് ഒപ്പിടൂ. വിൽപത്രം വീട്ടിലിരിക്കുക. ഞാനിതിൽ ഒപ്പിട്ടാലും നിനക്കൊരിക്കലും അനുഭവിക്കാൻ ഒക്കില്ല. ഇത് നേരത്തെ പറയായിരുന്നു. എന്താ? ഓ, അത് ശരി. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയായിരുന്നു. എന്റെ മുഴുവൻ സ്വത്തും ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കാൻ ഞാൻ എഴുതി വെച്ചിരിക്കുക. ശരി, മുഴുവൻ പേപ്പറുകളും ഞാൻ കൊണ്ടുവരും. ഇവരുടെ വീട്ടിൽ പോണം. സന്ധ്യ കഴിഞ്ഞിട്ട് മതി. അവിടെ ഇരിക്കുന്ന ഫയലും കടലാസുകളും മുഴുവനും തപ്പണം. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അച്ഛനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. കുടിക്കുമെങ്കിലും ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചെന്നില്ലെങ്കിൽ ഈ കുട്ടന്മാരാരും പോവുകയില്ല. അന്നത്തെ വഴക്ക് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പോകാന്ന്. അതെങ്ങനെ? അതിനിടയ്ക്ക് നിനക്ക് റൊമാൻസ് തുടങ്ങിയില്ലേ? അതല്ല, മമ്മിയെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് പോകാന്ന് വെച്ചാ. പോകാന്ന് വെച്ച്
ഗുലാലടിച്ച് വേണമെങ്കിൽ വെട്ടി നമ്മുടെ ചേച്ചി ചെന്നല്ലേ അത് ചേച്ചി ഓടി 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 അയ്യോ ചേച്ചി ഓടി 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 ഓടി
അടുത്തു വരരുത്, ആരും അടുത്തു വരരുത്. വന്നാൽ